ഋഷിയും അഭിഷേകവും അൻസിബയും കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കണ്ടായിരുന്നു, അൻസിബ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര വോട്ടുകളിൽ നിൽക്കുന്നത്? ഇപ്പോൾ എന്താണ് വയലിക്കാട് എൻട്രി അതിന് മുമ്പ് നെഗറ്റീവ് ആയിരുന്നല്ലോ അൻസിബ. അപ്പോൾ ഇതെന്താണ് ശരിക്കും സംഭവിച്ചതെന്നൊക്കെ പറയണം. അപ്പം അൻസിബ പറയണത് എനിക്കറിയില്ല, ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു മാജിക് ആണോ എന്താണെന്ന് അറിയില്ല, എനിക്ക് വലിയ ആഗ്രഹമില്ല നിൽക്കാനായിട്ട്, പോകണമെന്ന് ആഗ്രഹമില്ല, ആ രീതിയിലാണ് അൻസിബ നിൽക്കുന്നത് അൻസിബ പറയണത്. ശരിക്കും പറഞ്ഞാൽ അൻസിബ എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പല കാര്യങ്ങളും, പല വേലത്തരും എല്ലാം കള്ളത്തരും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അൻസിബ കണ്ടന്റിന് വേണ്ടിയോ ഒന്നിനു വേണ്ടിയോ ഒന്നും ഉണ്ടാക്കാറില്ല. എന്നുവെച്ചാൽ വെറുതെ പോയി ആരോടും തല്ലുപിടിക്കാറില്ല, ഒരു കാര്യമില്ലാണ്. ഇപ്പോൾ ജിൻഡോ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും ഗബ്രി, നോറ, റസ്മിൻ, ഒരു കാര്യമില്ലാണ്ട് ഒരു ബന്ധമില്ലാണ്ട് തല്ലുപിടിക്കും. നന്ദന, ഇവരൊക്കെ ഒരു ബന്ധമില്ലാണ്ട്, റോക്കി ബായ് പ്രത്യേകിച്ച് രതീഷ്, ഇതൊക്കെ ഒരു കാര്യമില്ലാണ്ട് തല്ലുപിടിക്കുന്ന ആൾക്കാരാണ്. വെച്ചാൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കൂടുതലും, എപ്പോഴും പറയാനുള്ള കൂടുതലും തല്ലുപിടിക്കാറുള്ള ഇവരാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അൻസിബ ഇവരിൽ നിന്ന് വ്യത്യസ്തമാണ്, വേറിട്ടാണ് നിൽക്കുന്നത്. വെച്ചാൽ പുള്ളിക്കാരി ആകെ എന്താ ബെഡിൻ്റെ അവിടെ ഇരിക്കും, ആ ബെഡിലിരിക്കും, വെറുതെ അവിടെ തല്ലുപിടിക്കാനും മെക്കിട്ടാണ്. ആവശ്യമുള്ള സമയത്ത് വരും, ഫുഡ് കഴിക്കും, ടാസ്കുള്ള സമയത്ത് വരും, കൺഫ്യൂഷൻ റൂമിൽ വരും, ലിവിങ് റൂമിൽ വരും, എന്താണ് സഹായിക്കും, പിന്നെ ഗെയിം കളിക്കും, പറയേണ്ടതൊക്കെ പറയും, എന്താണ് പിന്നെ വർക്കൊക്കെ എന്താ കിച്ചണാണ് അതൊക്കെ വർക്ക് ജോലി ചെയ്യും, വന്ന് ബെഡിലിരിക്കും. അത്രേ ഉള്ളൂ പുള്ളിക്കാരി അൻസിബ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് മറ്റുള്ളവരെ പോലെ വെറുതെ പോയി തല്ലുപിടിക്കാനോ ആരെ മെക്കിട്ടേറാനോ വെറുതെർപ്പിക്കാനോ ഒന്നിനും പോകില്ല. ഒന്നാമതൊരു അൻസിബ. പിന്നെ പറയണത് സംസാരം എന്നുവെച്ചാൽ ആ പറയണ ഭാഷ, ആ പറയുന്ന രീതി എന്നുവെച്ചാൽ അവിടെ നല്ലപോലെ തെറി വിളിക്കണം, ആണുങ്ങൾ പെണ്ണുങ്ങളടക്കം തെറി വിളിക്കേണ്ട അവിടെ. വൃത്തിയുടെ ഭാഷയിലും പറയുന്നുണ്ട് പല പൊട്ട, മണ്ട, കോങ്ങ, അങ്ങനത്തെ ഷൊണ്ണെ, ഷൊട്ടെ എന്നൊക്കെ അറിയാലോ, ആരൊക്കെ വിളിക്കണമെന്ന് അറിയാം. പല രീതിയിൽ ആണുങ്ങളെ പെണ്ണും വ്യത്യാസമില്ലാണ്ട് വിളിക്കണ്ട്. ആണുങ്ങൾ വിളിക്കാൻ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ പെണ്ണുങ്ങളടക്കം പലരും വിളിക്കണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ അൻസിബ അവരിൽ നിന്ന് വേറിട്ടാണ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ പറയുന്ന രീതി, തല്ലുടിക്കുമ്പോഴും അതിൻ്റെതായ രീതിയിൽ ആ സ്റ്റൈലിലാണ് പുള്ളിക്കാർ സംസാരിക്കുന്നത്. ആരും ചീത്ത എടാ പോടാന്ന് വിളിക്കുമ്പോൾ ഞാൻ ആരെയും കണ്ടിട്ടില്ല ഇതുവരെ. അൻസിബ പൊടിയെന്നോ അങ്ങനെ വിളിക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ വിളിക്കുന്ന അവസരവും വന്നിട്ടില്ല. ആരോട് തല്ലുപിടിക്കാൻ ഒരു കാര്യമില്ലാണ്ട് പോയിട്ടില്ല. തല്ലുപിടിച്ചത് ജാസ്മിനെ തല്ലുപിടിക്കാനുണ്ട്, പക്ഷെ അത് പറയുന്ന രീതിയിൽ അത് ജാസ്മിനിക്ക് കൊടുത്തൊരു കൊള്ളിയാണ്. വെച്ചാൽ അവിടെ സ്കോർ അടിച്ച അൻസിബനെയാണ്, അവിടെയാണ് അൻസിബ ഫാൻസ് കൂടിയത്. ജാസ്മിൻ ചെയ്ത തെറ്റ് അത് ഓപ്പണാക്കി തുറന്ന് പറഞ്ഞ് ജാസ്മിനെ അത് സഹിച്ചില്ല. ജാസ്മിൻ തിരിച്ച് വേറെ മെക്കിട്ട് കയറാൻ പോയി, തിരിച്ച് നല്ലപോലെ കിട്ടി. പക്ഷെ ജാസ്മിൻ പറയുന്ന പോലെ ചറവറ നിർത്താണ്ട് വെറുതെ പറയണല്ല അൻസിബ. ജാസ്മിൻ പറയുന്ന പകുതി അൻസിബ സംസാരിക്കുള്ളൂ. പറയണ കാര്യം, പറയണ പോയിന്റ് വ്യക്തമാക്കിയാണ് നിലപാടുകൾ ഉറച്ചു എന്നാണ് പറയുന്നത്. അതാണ് രീതി. അൻസിബയുടെ ഒരു ഐഡന്റിറ്റി ഉണ്ട് അൻസിബക്ക്, അവിടെ ഉള്ളതും പ്രേക്ഷകർക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ പുള്ളിക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്താണേലും ഒരു ഐഡന്റിറ്റി, ആ രീതിയിൽ ഒരു സ്റ്റൈലിലേ ചെയ്യുള്ളൂ എന്ത് വന്നാലും. പക്ഷേ ടാസ്ക് കാര്യങ്ങളും അതിലൊക്കെ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടില്ല. പക്ഷേ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഓട്ടവും ചാട്ടവും അതിലൊന്നും ഇല്ല മെയിനായിട്ട്. അതാണ് ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും പുള്ളിക്കാരി പെർഫെക്റ്റ് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടം വന്നത് ഇപ്പോൾ അൻസിബയോട്. അൻസിബ എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവരെ പോലെ വെറുതെ ചറപൂറ സംസാരിച്ചോ, വേറെ വായിട്ടടിച്ചോ, വേറെ ജയിലിൽ പോവുകയോ, നോമിനേഷനോ, മറ്റുള്ളവർക്ക് ഉപദ്രവ രീതിയിലോ മറ്റു വെറുപ്പിക്കൽ രീതിയിലോ തല്ലുപിടിക്കാനോ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കാനോ ഒരു വൃത്തിയായിട്ട പരിപാടിയാണെങ്കിൽ എന്താണേലും ഒരു നെഗറ്റീവ് ഇമേജ് അൻസിബക്ക് കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ ആയിട്ടും. വെച്ചാൽ ആ രീതി, സംസാരിക്കുന്ന രീതിയാണ് എല്ലാ രീതിയിലും ആരെ ബുദ്ധിമുട്ടിക്കാനോ താല്പര്യമില്ല എന്ന് അൻസിബ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അൻസിബ ഒരു എവിക്ഷൻ രീതി, ജാൻമണിനെ പുറത്താക്കണ ആ എവിക്ഷൻ പ്രോസസ്സിൽ തന്നെ അൻസിബയും ജാൻമണിയും ലാസ്റ്റ് ഉണ്ടായിരുന്നു. കൂടെ ജാസ്മിൻ ബാക്കി എവിക്ഷന് വന്ന ഋഷിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അൻസിബ പറയണെന്ന് വെച്ചാൽ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് പോയാൽ കുഴപ്പമൊന്നുമില്ല എന്ന് ഇപ്പം അൻസിബ പറഞ്ഞ ആഗ്രഹം ഇല്ലയെന്ന് വന്ന് പറഞ്ഞിട്ടും പോലും അൻസിബ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത്രക്കും വോട്ട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അൻസിബക്ക്. അതാണ് അൻസിബ ഒരു ആളുടെ ഒരു ഫാൻ ബേസ് സപ്പോർട്ട്, പുറത്ത് ഓഡിയൻസിനും കിഡ്സിനും ഫാമിലീസിനും ഉള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. എന്നുവെച്ചാൽ മറ്റുള്ളവർ ഗെയിം കളിക്കുന്നുണ്ട്, അൻസിബിനേക്കാൾ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. എന്നിട്ട് അവർ പുറത്ത് പോകുന്നു, ഗെയിം കളിക്കാതെ അൻസിബ അവിടെ വീക്കാണ്. വെച്ചാൽ ഈ ഗെയിം കളിക്കാൻ കുറ്റപ്പെടുത്താനല്ല, ഫിസിക്കൽ ടാസ്ക് വൈസ് അൻസിബ കുറച്ച് വീക്കാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഫിസിക്കൽ ടാസ്കിൽ കുറച്ച് വീക്കാണ് പുള്ളിക്കാരി. ബാക്കി എന്താണ് അൻസിബാനെ കൂടുതൽ പേര് ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ഭാഷാ ശൈലിയും സംസാര രീതിയും ഒരു വ്യക്തിത്വം എന്ന രീതിയിലാണ് പലർക്കും അൻസിബാനെ ഇഷ്ടപ്പെടുന്നത്. വെച്ചാൽ ഒരു നല്ലൊരു വർത്താനമാണെങ്കിൽ എന്താണെങ്കിലും നല്ലൊരു സ്വഭാവം, നല്ലൊരു ക്യാരക്ടർ ഉണ്ട്
എന്നൊരു വിശ്വാസമാണ് പലർക്കും അൻസിബയോടുള്ള ഇഷ്ടം. അതാണ് മറ്റുള്ളവരിൽ നിന്ന് അൻസിബ വേറിട്ട് നിൽക്കുന്നത്, വ്യത്യസ്തമാകുന്നത് അതുകൊണ്ടാണ്. ഇപ്പം എന്താണല്ലോ ഇപ്പം പലരും അൻസിബയുടെ റൂമിലിരുന്ന കളി പുറത്തിറങ്ങൂല എന്ന് പറയണ്ട, റൂമിലിരിക്കും. പക്ഷെ ആ റൂമിലിരുന്ന ഒരു മൈൻഡ് ഗെയിം ഉണ്ട്, ഒരു മൈൻഡ് വെച്ചൊരു ഗെയിം കളിക്കുന്നുണ്ട്. പുള്ളിക്കാർ എല്ലാം കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്, എല്ലാവരും നിരീക്ഷിക്കുന്നുണ്ട്, എല്ലായിടത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും എന്താണ് ഉദ്ദേശ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളെല്ലാം പക്ക നിരീക്ഷിച്ചടിക്കണം. പലരും വിചാരിക്കും ആ റൂമിനകത്ത് നിന്ന് ഒന്നും അറിയില്ല, പുറത്തിറക്കുന്ന കാര്യങ്ങൾ ലോകമൊന്നും അറിയില്ല വിചാരിക്കും. പക്ഷെ എല്ലാം അറിയാം പുള്ളിക്കാർക്ക്, എവിടെ എന്ത് ചെയ്യണം, എവിടെ പറയണം, ഏത് രീതിയിൽ പറയണം, ആർക്ക് പറയണം, എല്ലാം പക്ക ഗെയിം പ്ലാനിങ് ആണ്. അതെല്ലാം അറിയാം. ആവശ്യമില്ലാണ്ട് നുണ പറയാൻ പോകില്ല, ഒരു കാര്യത്തിൽ വൃത്തിയായിട്ട് വാക്കോ തെറിയോ അല്ല പോകില്ല, തല്ലുപിടിക്കാൻ പോകില്ല, ഒച്ചത്തിൽ സംസാരിക്കാൻ പോലും പറ്റൂല അൻസിബ എന്ന് പറയാം. അങ്ങനത്തെ ആ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ വന്നത്. ആകെ ആ ഫിസിക്കൽ ടാസ്കും കൂടി ആ ഗെയിം ടാസ്കും കൂടിയൊക്കെ കുറച്ചും കൂടി വന്നാൽ പുള്ളിക്കാരി നല്ല പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്. നല്ല ഫാൻ സപ്പോർട്ട് ഉണ്ട്. ഞാനിപ്പോൾ വോട്ട് ഇടുമ്പോഴും പോൾ ഇടുമ്പോഴും എല്ലാ രീതിയിലും നല്ല ഫാൻ സപ്പോർട്ട് കാണുന്നുണ്ട് അൻസിബക്ക്. പിന്നെ ജാസ്മിൻ ഫാൻസ് കുറേ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ ജാസ്മിൻ ഫാനാണ് അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ആരുടെ ഫാനും അല്ല, ആരുടെ സപ്പോർട്ടും അല്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് അൻസിബ അവരുടെ അടുത്ത് പറഞ്ഞ കാര്യം തന്നെ ഉണ്ടോ.